ഒരു വണ്ടിൻ്റെ കുട്ടീനെയും കൊണ്ടാട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കുന്നത്. നമ്മുടെ ബ്രാവോൻ്റെ ടോഗോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അടിപൊളി റിസൾട്ട്. നമുക്ക് അത്യാവശ്യം വലിയ വരാലുകൾ അതുപോലെ തന്നെ ചേറാനൊക്കെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുക. പിന്നെ ചെറുതും അടിക്കേണ്ടതാണ്. എന്താ വെച്ചാൽ അത്രയും സോഫ്റ്റ് സാധനമാണ് കേട്ടോ. ചുമ്മാ ഒന്ന് പിടിച്ചെടുത്താൽ മതി, ഹുക്ക് കയറിക്കോളും. നമ്മളെ ഹെവി ഫിഷുകളാവും മെയിനായിട്ട്. ഇതിൻ്റെ സ്പിന്നറൊക്കെ ഉണ്ടല്ലേ, കുറച്ച് വലിയ സ്പിന്നറൊക്കെയാണ് വരുന്നത്. 6 സെൻറ്റിമീറ്റർ നീളം, അതുപോലെ തന്നെ 12 ഗ്രാം. നമുക്ക് അത്യാവശ്യമൊക്കെ വണ്ണം കുറഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടം കിടക്കണ ആദ്യം എന്താക്കുക, എറിഞ്ഞതാക്കുക. ചേറാനും ഇതിനൊക്കെ നല്ല അടിപൊളി ആക്ഷനാണ് കേട്ടോ. ഞാൻ നമ്മുടെ ലേക്ക് അവിടെ എറിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതുമേൽ നമുക്ക് കുറച്ച് വലുപ്പമുള്ള വരാലാട്ടോ സ്ട്രൈക്ക് കിട്ടിയോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ 5 കുറഞ്ഞ് പിടിക്കല എങ്ങനെയാണെന്ന് കണ്ടുവെക്കല്ലോ. കേട്ടോ പ്രാവശ്യം നമ്മളെ വണ്ടുമലാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. വേണ്ട ഒരു രക്ഷയില്ല സാധനം. ഒരു 3/4 കിലോ റേഞ്ചിലുള്ളൊരു ഒരു കാഴ്ച കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇവരെ ഇളക്കി മറിച്ചതുകൊണ്ട് കാര്യമായിട്ട് മീനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച. സെയിം ഫോളോ അപ്പ് പക്ക തന്നെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കുഞ്ഞൻ വരാൽ വരെ പാഞ്ഞടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഹുക്കപ്പ് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട്, ഞാൻ കുറച്ച് വലിപ്പമുള്ള ഫ്രോഗ് ആയതുകൊണ്ട് വലിയ വരാലടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനം ഒരു രക്ഷയില്ല. ചെറിയ വരാലടക്കം 5 പുറന്തടിക്കുന്നുണ്ട്. രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ക്യൂട്ടാണ് നോക്കി. നമ്മുടെ സെയിം വണ്ടുമ്മിൽ ഒരു കുഞ്ഞൻ വരാൽ. ഇപ്പോൾ ഈ ഗ്രിപ്പറാണ്ട് ഇട്ടൊക്കെയാണെങ്കിൽ പിന്നെ പേടിക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സാധനം എന്താവും, നമുക്ക് മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ സെയിം വൺ മതി എന്നർത്ഥം. ഗ്രിപ്പർ ഇട്ടതിന് ശേഷം